എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ കെട്ടിയോനും ഇത് എങ്ങോട്ടാ ആഞ്ഞു പിടിക്കുന്നതെന്നറിയാമോ? നിങ്ങളെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എൻ്റെ ഹസ്ബൻഡ് അഡിഡാസ് എന്ന സ്പോർട്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അഡിഡാസിൻ്റെ 75th ആനിവേഴ്സറിയുടെ പാർട്ടിക്ക് പോവാൻ ഞങ്ങൾ. അവിടുത്തെ എംപ്ലോയീസിന് മാത്രമല്ല, അവരുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുണ്ടല്ലോ ഈ സിറ്റിയുടെ പല സ്റ്റോപ്പുകളിലായിട്ട് അവർ 10 മിനിറ്റ് കൂടുമ്പോൾ ഷട്ടിൽ സർവീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡിഡാസിന്റെ ക്യാമ്പസിനകത്ത് തന്നെയാണ് അവർ ഈ പാർട്ടി ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ ആയിരുന്നേ ഈ പാർട്ടി. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവിടെ നല്ല തിരക്കായി. കൊറോണയ്ക്കൊക്കെ ശേഷം ആദ്യമായിട്ടാണ് അഡിഡാസ് ഇങ്ങനെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നത്. ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് കേട്ടോ, അവിടെ പിള്ളേർക്ക് നല്ല റൈഡ്സും ആക്ടിവിറ്റീസും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ഫ്രണ്ട്സ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു അവരുടെ കുട്ടികളൊക്കെ ഒരു റൈഡിൽ തന്നെ 5-6 പ്രാവശ്യമൊക്കെയാണ് കയറുന്നതെന്ന്. പിന്നെ വളരെ പാടുപെട്ട് അതിനെയൊക്കെ ആ റൈഡിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് വരുവാണെന്ന്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല സൂപ്പർ വെതറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേ. പിന്നെ ഫുട്ബോൾ ഇല്ലാതെ നമുക്കൊരാഘോഷമേ ഇല്ലല്ലോ. അഡിഡാസിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 3 minutes to go in the first semi-final. അത് മാത്രമല്ല കേട്ടോ, യൂത്തന്മാരുടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സൂപ്പറാണ്. ഇങ്ങനത്തെ പാർട്ടിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, വെതർ നന്നായിരുന്നാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ വല്ലപ്പോഴും ഒക്കെയാണ് ഇതുപോലുള്ള നല്ല വെതറൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ യൂറോ കപ്പ് നടക്കുന്നതുകൊണ്ട് പല സ്ക്രീനുകളിലായിട്ട് അന്നേരത്തെ കളികളും പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുമായിരുന്നേ. ഒരിടത്ത് ചെന്നപ്പോൾ ഭയങ്കര ക്യൂ. എന്തോ കാര്യം എന്നൊന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി ഇവിടെ ആൾക്കാർക്ക് തലമുടി വെട്ടിക്കൊടുക്കുന്നുണ്ടെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയറിൻ്റെ ഹെയർ കട്ട് ഇവർ നമുക്ക് ചെയ്തു തരും. എൻ്റെ കെട്ടിയോൻ പറഞ്ഞത് 18,000 പേരായി പാർട്ടിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എങ്ങോട്ട് ഇറങ്ങിയാലും നമുക്ക് തിരക്ക് കാണാൻ പറ്റുമല്ലോ. ഇവിടെ ആണെങ്കിൽ കുറച്ച് ആൾക്കാരെ കാണണമെങ്കിൽ ഇതുപോലെ ഒരു ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ വരണം. വൈകിട്ട് 6 മണിക്ക് ഏതോ സ്പെഷ്യൽ ഗസ്റ്റ് വരുമെന്നൊക്കെ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തൊട്ടേ ആൾക്കാരൊക്കെ വന്ന് സ്ഥലം പിടിക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് യൂറോ കപ്പ് നടക്കുന്ന ടൈം. അതുമാത്രമല്ല, ഓരോ ഗെയിം കഴിയുമ്പോഴും ജർമ്മൻ നാഷണൽ ടീം ഇവിടെ അഡിഡാസ് ഹോം ഗ്രൗണ്ടിലാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ജർമ്മൻ നാഷണൽ പ്ലെയർ ആയിരിക്കും ഈ സ്പെഷ്യൽ ഗസ്റ്റ്. എന്തായാലും കുറച്ച് സമയത്തിനകം നമുക്കറിയാമല്ലോ. അങ്ങനെ കറക്റ്റ് ടൈമിന് പരിപാടി തുടങ്ങി. അഡിഡാസിന്റെ CEO ബ്യോൺ ഗുൾഡൻ വന്നൊരു സ്വാഗതമൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളി കുറച്ച് അഡിഡാസ് സ്പോൺസർ ചെയ്യുന്ന ഇന്റർനാഷണൽ സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റർവ്യൂ അഡിഡാസിന്റെ ഫോർമർ CEO ആയ ഹെർബർട്ട് ഹൈനറുമായിട്ടുള്ളതായിരുന്നു. ബയൺ മ്യൂണിക് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് പുള്ളി. അവർ തമ്മിലുള്ള സംസാരം നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് എത്തി. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ. അതാണ് ഇവിടെ സംഭവിച്ചത്. ജർമ്മനിയുടെ ഗോൾ കീപ്പറായ മാനുവൽ നോയറും ഫോർവേഡ് പ്ലെയറായ തോമസ് മ്യൂള്ളറുമാണ് വന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അവരുമായിട്ടുള്ള സംസാരം. You can just call, you have my number and you will get it. So thank you very much. Thank you. Thank you. അവസാനം അമേരിക്കൻ ഹിപ്പ് ഹോപ്പ് ഗ്രൂപ്പായ റൺ DMCയുടെ DJയും ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഒരുപാട് രാത്രിയായി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. അപ്പം ഇനിയും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.